സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ മറുപടിയുമായി ലീഗ് മുഖപത്രം ചന്ദ്രിക. പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ട എന്ന് ചന്ദ്രിക. ബി.ജെ.പി. നേതാവ് മതനിരപേക്ഷ പാർട്ടിയിലേക്ക് കടന്നു വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥത എന്നും ചന്ദ്രിക. രാഹുൽ കെ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ ചന്ദ്രികയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ? മോത്തി ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ വന്ന സന്ദീപ് വാര്യർ തൊട്ടടുത്ത ദിവസം ചെയ്തത് പാണക്കാടെത്തി തങ്ങൾ കുടുംബത്തെ കാണുകയാണ്. പക്ഷെ ഇതിനെതിരെ മുഖ്യമന്ത്രി രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. ഇതിനുള്ള മറുപടിയാണ് ചന്ദ്രിക മുഖപ്രസംഗത്തിലൂടെ നൽകുന്നത്. അതിൽ ഈ ലേഖനത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ അനുയായിയായി മാറി സംഘപരിവാർ നീക്കങ്ങൾക്ക് ഗുണം നൽകുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതെന്നാണ് മുഖപ്രസംഗത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നത്. അതിന് ഉദാഹരണം ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ സന്ദർശനത്തെ വിമർശിച്ചതാണ്. അതും ഒപ്പം തന്നെ മുനമ്പത്തെ ഭൂവിഷയം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത്, തൃശൂർ പൂരം കലക്കിയത്, ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് സംഘപരിവാർ സംഘടനകളുമായുള്ള ബന്ധത്തിന്റെ തെളിവാണ് എന്നാണ് ചന്ദ്രിക വിമർശിക്കുന്നത്. പാണക്കാട് തങ്ങളെ പിണറായി വിജയൻ അളക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും നിലവിലില്ല എന്നാണ് അതിൽ പറയുന്നത്. തങ്ങളെ ലക്ഷ്യമിട്ട് നാട് തകർക്കുന്നതിനുള്ള സംഘപരിവാർ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന് കൈത്താങ്ങാകുന്ന രീതിയിലാണ് പിണറായി വിജയന്റെ പ്രസ്താവനകൾ വരുന്നത്. സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മാർഗം വിട്ട് സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുത്തു എന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി അതിന് വിഭിന്നമായി ബി.ജെ.പിക്ക് ഒപ്പം നിൽക്കുന്ന രീതിയിൽ, സംഘപരിവാറിനൊപ്പം നിൽക്കുന്ന രീതിയിലാണ് പ്രസ്താവനകൾ നടക്കുന്നത് എന്നുകൂടി ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. നാടിന്റെ മതനിരപേക്ഷ മനസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് പാണക്കാട് കുടുംബം. അവിടെ എത്തി സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തിയതിന് എന്തിനാണ് മുഖ്യമന്ത്രി എതിർക്കുന്നത് എന്നുകൂടി ചോദിക്കുകയാണ്. ഏതായാലും മുൻകൂട്ടി ഉറപ്പിച്ച ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് സ്വന്തം മനസാക്ഷിയെ തന്നെ പണയപ്പെടുത്തേണ്ടി വരുന്നുണ്ടാകാം സംഘപരിവാറിന് വേണ്ടി. എന്നാൽ നാടിന്റെ അസ്ഥിവാരം ഇളക്കുന്ന പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ആകരുതെന്നാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രികയുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത്. ഇതിലിനിപ്പോൾ LDF നേതാക്കളുടെ CPM നേതാക്കളുടെ പ്രതികരണം വരേണ്ടതായിട്ടുണ്ട്. മോത്തി. ശരി രാഹുൽ.